എന്താണിത്? കർത്താവേ, എന്റെ വീട്ടിലേക്ക് വന്നാലും നീ എന്റെ വീട്ടിൽ വരുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. ഞാനും ഒരു ചുങ്കക്കാരനായിരുന്നു. പക്ഷേ ഒരിക്കൽ ഞാൻ യേശുവിനെ കണ്ടുമുട്ടി. അതോടെ എന്റെ ജീവിതം തന്നെ മാറിപ്പോയി. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്റെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. അവർക്കെങ്ങനെ ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിയും? അവൻ പാപിയായ ഒരുവന്റെ വീട്ടിൽ അതിഥിയായി പോകുന്നു. ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്റെ എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ദയവായി ഇതെല്ലാം സ്വീകരിക്കൂ, എന്നോട് ക്ഷമിക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ നിത്യമായ സന്തോഷം എന്ന് പറയുന്നത്. അതെ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. തീർച്ചയായും ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ തരുമോ? വരൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം ഇവിടെ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. എന്റെ കർത്താവായ ദൈവമേ,
അങ്ങേക്ക് സ്തുതി. ഇപ്പോൾ ഞാൻ ധനികനായി. അങ്ങാണ് എൻ്റെ ധനം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ അവൻ വന്നു. ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ജെറുസലേം.